ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളും കോളേജിലേക്ക് എന്ന പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തിന് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് വരുന്നത്. ഇന്ന് ഞങ്ങളുടെ ടാഗ് കിട്ടിയ ദിവസമാണ്. എൻ്റെ ടാഗ് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കുറേ ദിവസമായി ടാഗിന് കൊടുത്തിട്ട് ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. വിശിഷ്ടാതിഥിയായിട്ട് ശശി തരൂരും കൂടെ മഞ്ഞളാംകുഴി അലി MLA-യും 2 VC-മാരും ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെയും ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിൻ്റെയും VC-മാരാണ് വന്നിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും കുറേ ദിവസമായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ വിശിഷ്ടാതിഥി കയറി വരുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവരെല്ലാവരും ചോദ്യങ്ങളായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളായിട്ടുള്ള ഇൻറ്ററാക്ഷൻ്റെ ടൈമാണ് ഇപ്പോൾ. ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. നമ്മൾ വളരെ ദിവസങ്ങൾ വെയിറ്റ് ചെയ്ത് വരുന്ന ദിവസമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. വളരെ സ്മരണീയമായ ഒരു ദിവസം ഇന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസം വളരെ നല്ല രീതിയിൽ വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് സാറുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ നമുക്കാവാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഇൻട്രാക്ഷൻ നമ്മൾ നിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ എല്ലാവരെയും that we should follow to become a best learner in our life. That's a very tough one because it often varies from individual to individual, and especially you have family responsibilities or other jobs, other work, the distractions are always possible. So one thing is to set aside some time only for your learning, that is for the coursework. So if the Open University has given you a particular subject, try and make sure that every day you put aside at least 1 or 2 hours just to go over the material, ask yourself questions, if necessary do some additional research. And then if you are completely on your own, there is no other adults in the house who's helping you or whatever, it'll be good if you have in the university a faculty member they can approach with any doubt. So then if in the but otherwise at least save up your questions, but don't give up each day, because one of the big challenges with going back to an academic situation when you are working or running a family or looking after children, whatever it may be, then it becomes a question of not allowing the other demands on your life to interfere with your life. That would be the best strategy, I think, is to try and ensure that every day you have some time spent with your books, your course material, online, whatever it may be. It may be different times for different people. Some of the child coming home at a particular time, it has to be before that. Somebody else, maybe another time of the day, maybe after working hours. But whatever it is, set aside some time. That's the main thing. Okay, sir. Thank you so much. പ്രകൃതിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. മൈക്കുണ്ടോ? ഇപ്പോൾ കൊറോണ കാലം വന്നു, പ്രകൃതിയിലെ ഓരോരോ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിപ്പ വന്നു. കേരളത്തിൽ പൊതുവെ പറയപ്പെടുന്നത്, മാധ്യമങ്ങളെല്ലാം പറയപ്പെടുന്നത് ഒരു താമസിക്കാൻ പറ്റാത്ത പല ദുരന്തങ്ങളും ഇനി വരാനുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് പ്രകൃതിയെ എങ്ങനെ സംരക്ഷിച്ച് എങ്ങനെയാണ് നമ്മൾ ഒരു നല്ല ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ട് എങ്ങനെ ഇനി ഒരു സന്ദേശം എങ്ങനെ നൽകാന്നുള്ളത്. സന്ദേശം എല്ലാവർക്കും ഒരു ചെറിയൊരു ഭാഗമുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾ മാറ്റാൻ വൈകിപ്പോയി. ഇതിൻ്റെ കാരണം എല്ലാവരും പറയുന്നത് 150 വർഷത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്ന ശേഷം എല്ലാ ഫാക്ടറികൾ, എല്ലാ വാഹനങ്ങൾ, എല്ലാം മനുഷ്യൻ്റെ ആക്ടിവിറ്റിയുടെ കാരണം നമ്മളുടെ ഈ പ്ലാനറ്റ്, ഈ എർത്ത് എന്ന് പറയുന്ന ഈ ഭൂമി കൂടുതൽ ചൂടായി. ആ ചൂടിൻ്റെ കാരണം വേറെ പല മാറ്റങ്ങൾ വരുന്നുണ്ട്. കാറ്റിലും സമുദ്രത്തിൻ്റെ വെള്ളത്തിലും നോർത്ത് പോളും സൗത്ത് പോളും ഗ്ലേസിയേഴ്സ് ഉരുകാൻ തുടങ്ങലും ഇതെല്ലാം വെച്ചിട്ട് പല വെതർ പാറ്റേൺസ് ഇപ്പോൾ മുമ്പ് ഈ 150 വർഷം മുമ്പ് വരുന്നവരെ എല്ലാം ഒരുമാതിരി കൺസിസ്റ്റൻ്റായി നടന്നത് അതിൽ മാറ്റം വരും. നമുക്ക് എപ്പോഴും വിചാരിച്ചു, നമുക്ക് ഓൾമോസ്റ്റ് ഡേറ്റ് വെച്ചിട്ട് പറയാം ജൂണിൽ എപ്പോഴായിരിക്കും മൗൺസൂൺ ആരംഭിക്കുക, എപ്പോഴായിരിക്കും ഇന്ത്യ വിട്ടിട്ട് പോവുക. ഇപ്പോൾ അതിലും കൂടി മാറ്റം വരാനുള്ള സാധ്യത. കാരണം കാറ്റുകളൊക്കെ ഈ ഭൂമി ചൂടാവുമ്പോൾ സമുദ്രം ചൂടാവും. ആ സമുദ്രം ചൂട് കാരണം my English is better than my Malayalam for this. The clouds will get more moisture from the seas and they will drop more rainfall. എന്തുകൊണ്ടാണ് വയനാട്ടിൽ
ഇത് സംഭവിച്ചത്. ഇതിൽ മനുഷ്യന്റെ ചില തെറ്റുണ്ട്. നമ്മൾ ഈ ലാൻഡ് സ്ലൈഡ് വന്ന് മനുഷ്യന്മാരെന്ത് ചെയ്തു? ഡീഫോറസ്റ്റേഷൻ ചെയ്തു, കെട്ടിടം പണിയാൻ വേണ്ടി മരങ്ങളെ കുറിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മരങ്ങളുടെ വേരുകളും മഴയെ പിടിച്ചു നിർത്താൻ കുറച്ചൊരു ബലമുണ്ടാകും, അത് ചുരുങ്ങി. അതിൻ്റെ ഒപ്പം ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഈ ഭൂമി ചൂടാവുന്ന കാരണം നമുക്ക് എന്ത് പറ്റി? സാധാരണ ഒരു 100-200 വർഷങ്ങളായിട്ട് ഈ അളവൊക്കെ എടുക്കാൻ തുടങ്ങിയ മുതൽക്ക് മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രൊഡിക്ഷൻ ഉണ്ടാവും. ഈ അടുത്ത 2 ദിവസം നല്ല മഴയുണ്ടാവും. നല്ല മഴ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു 5 സെന്റിമീറ്റർ മഴയായിരിക്കും 2 ദിവസത്തിൽ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മഴയാണ് വയനാടിൽ ഒരു 8 മണിക്കൂറിനകത്ത് വീണത്. അപ്പോൾ നല്ലോണം എക്സ്ട്രാ മഴ വന്നത് അത് മനുഷ്യനെ ഇപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യം 150 വർഷത്തിന്റെ പെരുമാറ്റമാണ് ഈ ചൂടാക്കിയതും ഈ മോയ്സ്ചർ വന്നത്. പക്ഷേ മനുഷ്യൻ ഭൂമിയിലത്തെ ഈ മരങ്ങൾ മുറിച്ച കാരണം ഭൂമിക്ക് ആ വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. വെള്ളം വീണു, അത് ഭൂമിക്കകത്തേക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഭൂമി തന്നെ ഇളകാൻ തുടങ്ങിയതും കല്ലുകളും മണ്ണും ഒക്കെ വന്നിട്ട് ആൾക്കാർ വീട്ടിലും തലയിലും വീട്ടിലും വീണിട്ട് അവർക്ക്. അപ്പോൾ പ്രകൃതി കൊണ്ടുവന്ന ദുരന്തം തന്നെയാണ്. അതിൽ നമ്മൾ ഇനി എല്ലാം നമ്മൾക്ക് ചെയ്താൽ ശരിയാക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അഫ്കോഴ്സ് ഡീഫോറസ്റ്റേഷൻ ഈ മരങ്ങൾ മുറിക്കുന്നതിൽ ചുരുക്കണം. ചില ഭാഗത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ഫോറസ്റ്റേഷൻ അത്യാവശ്യമാണ്. ഒരു മരം വല്ല കാര്യം വേണ്ടി റോഡ് വീതി കിട്ടാനും ഒരു വീട് കെട്ടാൻ വേണ്ടി ഒരു മരം മുറിച്ചാലും നിയമപ്രകാരം അതിൻ്റെ 2 ഇരട്ടി മരം നമ്മൾ പ്ലാൻ ചെയ്യണം. പക്ഷെ അത് ചെയ്യുന്നില്ല ആൾക്കാർ. അത് വലിയൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര ഇപ്പോൾ കൂടി ഗ്ലോബൽ വാർമിംഗ് കൂടി വരുന്നത്? നമ്മളുടെ വാഹനങ്ങൾ പെട്രോൾ കത്തുമ്പോൾ അത് തരുന്ന എക്സോസ്റ്റ് ഫ്യൂം അതും ചൂടാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയും. അത് കൂടി വരുന്ന കാരണം അപ്പോൾ ആൾക്കാർ പറയുന്നത് നമ്മൾ ഈ പെട്രോൾ വാഹനങ്ങളെ ചുരുക്കിയിട്ട് ഇലക്ട്രിക് വാഹനങ്ങളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ചുരുക്കി. പക്ഷെ ഇതെല്ലാം നേരമെടുക്കുന്ന കാരണമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ എനർജിയെ കൂടുതൽ ചിലവാക്കുന്ന പകരം ഒരു ഉദാഹരണം, നമ്മൾ എപ്പോഴും നമ്മുടെ സ്വഭാവമാണ് നമ്മൾ പിന്നെ ചുടുവെള്ള ഗീസർ എല്ലാം നേരം ഓണാക്കി വെക്കും. അല്ലെങ്കിൽ ഒരു മുറിയിൽ രാവിലെ എണീച്ച് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ രാത്രി വരെ നമ്മൾ കടുത്തില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധ വെച്ചിട്ട് കുറച്ചൊക്കെ ചുരുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ കൺസംഷൻ ചുരുങ്ങും. അതുപോലെ എല്ലാവരുടെയും ഈ ഇലക്ട്രിസിറ്റി കൺസംഷൻ ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഈ ഗ്ലോബൽ വാർമിങ്ങിനെ ചുരുക്കാൻ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും ചെയ്യുന്നത്. പക്ഷെ പ്രകൃതിയിൽ വന്ന 150 വർഷങ്ങളെ വന്ന ചില മാറ്റങ്ങൾ ഒരു പക്ഷേ മാറ്റാനുള്ള സമയമില്ല. ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ജയിച്ച ശേഷം അദ്ദേഹത്തിന് ഇതിൽ തീരെ വിശ്വാസമില്ല. അതേപോലെ മനുഷ്യന്മാരെ ആവശ്യപ്പെട്ട കാര്യം ചെയ്യട്ടെ, പ്രകൃതിയൊക്കെ എപ്പോഴും ഉണ്ടായതാണ്, ഇനിയും ഉണ്ടാകുന്ന വിശ്വാസം. അപ്പോൾ എല്ലാ ലോകത്തിലത്തെ രാജ്യങ്ങളിലെ ഒരുമിച്ച് ഒപ്പിട്ടൊരു പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിനൊക്കെ ചുരുക്കുക, ലോകം ചൂടാക്കുന്ന ചുരുക്കുക. അദ്ദേഹം അത് ഉപേക്ഷിച്ച് കഴിഞ്ഞു. അമേരിക്ക ട്രംപിന്റെ ഭരണത്തിൽ അതിൽ പങ്കെടുക്കില്ല. അപ്പോൾ പല വിധത്തിലും പ്രകൃതി ഇനിയും മാറിക്കൊണ്ടിരിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ ഈ വർഷമല്ല ഈ നൂറ്റാണ്ടിൽ നമ്മളൊരു സുനാമി കണ്ടു കഴിഞ്ഞു, 2 വലിയ പ്രളയം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ച ലാൻഡ് സ്ലൈഡ് കണ്ടു. ഇനി അടുത്തത് എന്തായിരിക്കും ആർക്കും പറയാൻ സാധിക്കും. നമ്മളുടെ കടലാക്രമണത്തിന്റെ കാരണം നമ്മുടെ തീരദേശം മാഞ്ഞു പോകുന്നു പല ഭാഗം. എൻ്റെ സ്വന്തം മണ്ഡലം തിരുവനന്തപുരത്ത് മാത്രം തന്നെ ഒരു 65 സ്ക്വയർ കിലോമീറ്റർ പോയി കഴിഞ്ഞു. കേരളം മൊത്തം നോക്കിയാൽ 1000 സ്ക്വയർ കിലോമീറ്റർ കൂടുതൽ പോയിട്ടുണ്ട് തീരദേശം. അപ്പൊ എല്ലാം നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പക്ഷെ ചിലർ പറയാ പ്രകൃതിയെ കുറിച്ച് എന്താ ചെയ്യാൻ സാധിക്കുക? ഡു ആർ ബെസ്റ്റ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. ബാക്കി ഭാഗങ്ങളുമായി ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.